അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മളിപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി പോകണം. എവിടെ നിൽക്കും? അങ്ങ് തലശ്ശേരിയിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി പോട്ടെ. എപ്പോഴും നിങ്ങൾ കാണുന്നത് നമ്മളെ നാട്ടിലത്തെ വെഡിങ്ങില്ല, നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തലശ്ശേരി പോയിട്ട് കല്യാണം കൂടാൻ വേണ്ടി പോകണം. നമ്മുടെ കുടുംബക്കാരെ വീട് ഉണ്ട് അവിടെ, എൻ്റെ മൂത്തമ്മാൻ്റെ വീട് അവിടെയാണ്. നമ്മൾ നേരെ കല്യാണത്തിന് പോകാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ദിവസം മുന്നേ പോയിട്ട് ഡ്രസ്സ് എടുക്കണൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ന്യൂ ഇയർ പരിപാടി ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പോയിട്ട് റായിബാത്തനെ വിളിച്ചിട്ട് പറ്റാം. എന്നിട്ട് നേരെ തിരിപോട്ടെ. അതുപോലെ ശ്രീരാഗ് ഉണ്ട് എൻ്റെ കമ്പനിക്കാരൻ, ഞാൻ ശ്രീരാഗിനെ വിളിച്ചിട്ടുണ്ട്. കമ്പനി അടിക്കാൻ ഒരാളില്ലെങ്കിൽ മോശമല്ലേ, നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ശ്രീരാഗിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോട്ടെ, സമയം നേരെ വീക്കിട്ടാ. പൊന്നാനി പോയിട്ട് എടുത്തിട്ട് വരണം. അപ്പോൾ ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. കുറേ സംസാരിക്കാൻ സമയമുണ്ട്, എല്ലാം കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നായിരിക്കും. സംഭവം രസമുണ്ട്. എന്നാൽ ലൂസ് കൂടിയില്ലേ, ചെറുതായിട്ട് ലൂസ് കൂടിയിരിക്കുന്നു. കുഴപ്പമില്ല, രസമുണ്ട്. ലെങ്ത് കുറച്ചാൽ മതി, ലെങ്ത് കുറച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ മുന്നേ ഫഹദിന് വിട്ടിട്ട് ഡ്രസ്സ് എടുത്തത് മിറർ അടിപൊളി. കാണുന്ന ഷോപ്പ് എന്നിട്ട് സാധനം എടുത്തത്. എന്താ സാധനമൊക്കെ എടുത്തിരിക്കുന്നു, ഒരിടത്ത് വിളിക്കുന്നു, ഉമ്മാക്കത് വിളിക്കുന്നു, ഫോട്ടോ അയച്ചു കൊടുക്കണം കേട്ടോ. ഉമ്മാനോടും കൂടെ അഭിപ്രായം ചോദിക്കണ്ടോ എങ്ങനെയുണ്ട്. സർക്കലും പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കണ്ട. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെന്താ ഓർഡർ ആക്കിയിട്ടുള്ളത്? ഷവായ. നമ്മൾ ഷവായ ഓർഡർ ആക്കിക്കണ്ട. അപ്പോൾ ഏതായാലും ഷവായ കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവൻ്റെ വകയാണെന്ന് ചിലതുകൊണ്ട് നല്ലൊരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സെയിം ബ്രാഞ്ച് അവിടെ ഉണ്ടെന്ന് അറിയും. ആലത്തൂരുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ വന്നിരിക്കുന്നത്. ഫുഡ് വന്നിരിക്കുന്നു. ഇതാണ് നമ്മളെ ഷവായ ട്ടാ. യെസ്, കഴിച്ചാ ടേസ്റ്റ് ഉണ്ടാ? എംബി ടേസ്റ്റ്. കഴിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ ഷൂ നോക്കാൻ വന്നിരിക്കുന്നു. ഷൂ എങ്ങനെ ട്രൈ ഇഷ്ടമായ? അടിപൊളിയല്ലേ? ഒന്ന് നടന്ന് കാണിച്ചാൽ അവിടെ നിന്ന് നടന്ന് കാണിക്കും. അവിടെ ഫ്രണ്ടിൽ പോകും, അവിടെ നിന്ന് നടന്നു. മോനെ അടിപൊളി. കല്യാണം ചെയ്യുന്നുണ്ട് കേട്ടാ. അങ്ങോട്ട് നടന്നാ ഫ്രണ്ടിൽ കിടക്കും. പക്ഷെ ഭയങ്കര ഹൈറ്റും വെയിറ്റും വന്നറാ. സംഭവം കൊള്ളാം. എനിക്ക് അതിൻ്റെ വേറെ കളർ എടുക്കാൻ തീരുമാനിച്ചിട്ട് നോക്കട്ടെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം. എൻ്റെ പാൻറ് പകുതി കളറായി. സംഭവം അടിപൊളി. ചട്ടാൻ്റെ നമുക്ക് ഡാർക്ക് ഷർട്ട്. എല്ലാം റെഡി ആയപ്പോൾ മഴ ചതിച്ചു കണ്ടില്ലേ. മഴ പെയ്തോണ്ടിരിക്കണ്ടില്ലേ, വണ്ടിയപ്പോൾ കണ്ടില്ലേ, മഴ പെയ്തോണ്ടിരിക്കുന്നു. ഞാനിവിടെ കുടുങ്ങിയിരിക്കുന്നു. ബസ്സിലുള്ളവരൊക്കെ പോവുകയും ചെയ്ത്. ഞാൻ കല്യാണത്തിൽ പോക്ക് നടക്കോ ഇല്ലയോ നോക്കെന്തായാലും. ഇല്ല, ശ്രീരാഗ് സെറ്റല്ലേ? ശ്രീരാഗ് ആകെ ഇന്നലെ മിസ്റ്റർ മലപ്പുറത്തിന് ഇറങ്ങിയിട്ട് അതിൻ്റെ ടെൻഷനിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്, ബസ് നിർത്തിയിട്ടെന്ന് പറഞ്ഞത്. ഇനി പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ, പോട്ടെ. വായു പക്ഷേ പിന്നെ ട്രെയിനിൽ അവിടെ എത്തിയിട്ട് പോലെ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങ് ലോങ് അവിടെ കാണണമെന്നറിയില്ല. ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിച്ചാൽ അവിടുന്ന് ഉണ്ട് കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാത്തതിനെക്കാട്ടി ആളുകളുണ്ട്. ഒരു തിരക്കുണ്ടാവില്ലെന്ന് വെച്ചിട്ട് അതിൽ കയറാൻ വിചാരിച്ചേട്ടാ. അവിടെ കാത്തുന്നിട്ട്
കോഴിക്കോടെത്തിയപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയിരിക്കുന്നു. ശ്രീരാഗിന് ചായ വേണ്ട പറഞ്ഞിട്ടാ അവൻ വെള്ളം മേടിച്ചിരിക്കുന്നു. പിന്നെ അപ്പോൾ തന്നെ കടിയുണ്ട്. സെറ്റല്ലേ? നല്ല കടി തന്നെ. കോഴിക്കോട് സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുറേ കാലത്തിന് വെച്ചിട്ട് കോഴിക്കോട് എന്നത് ശ്രീരാഗം കുറേയില്ലേ, വർഷങ്ങളായി. എന്നോട് പറഞ്ഞ തന്ത വൈബാണ് കാലി കയറ്റൊക്കെ കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ആരെ കയറ്റിച്ചക്കടൊക്കെ ശ്രീരാഗ്. നമ്മളിപ്പോൾ അങ്ങനെ വടകര എത്താനായിരിക്കുന്നു. കാണില്ലേ നമ്മൾ വടകര എത്താനായിരിക്കുന്നു. ഉമ്മ ഇപ്പം വേറെ ട്രെയിനിലായിട്ട് കയറിയിരിക്കണത്. അവര് സമാധാനം ഇല്ലാണ്ട് വേറെ ട്രെയിനിൽ കയറി. ഇപ്പം അവരിതാ പിടിച്ചിട്ടിക്കണം. അവരുടെ ട്രെയിന് എന്താ പിടിച്ചിട്ടിക്കണം. അവരിതാ കിടക്കണം. നമ്മൾ വാസിയായിട്ടാ. അവരെവിടെയെങ്കിലും ഉണ്ടാവും. അവർ ലാസ്റ്റ് കുടുങ്ങിട്ട. നമ്മൾ തലശ്ശേരി എത്തിയിരിക്കുന്നു. തലശ്ശേരി സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തലശ്ശേരി സ്റ്റേഷൻ. നിലത്താണ് വരുന്നത്. തലശ്ശേരി. വെൽക്കം ടു തലശ്ശേരി. നൈസ് ടു മീറ്റ് യു ഗൈസ്. ശ്രീരാഗ് ആദ്യമായിട്ടാണ് തലശ്ശേരി വരുന്നത്. കോഴിക്കോട് വരെ ശ്രീരാഗ് വന്നിട്ടെന്ന് പറഞ്ഞത്. പക്ഷെ തലശ്ശേരി വന്നിട്ടില്ല എന്നാ സാറിന് അല്ലേ? തലശ്ശേരി വന്നിട്ടില്ലല്ലോ. തലശ്ശേരി ദം ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. അസാധ്യ ടേസ്റ്റാണ്. അതുവരെ കല്യാണത്തിന് വെക്കണ ബിരിയാണി കഴിക്കണം. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. കല്യാണത്തിന് വെക്കണ ബിരിയാണി ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ്. തലശ്ശേരി നേരെ കോട്ടയം പോകട്ടെ. തലശ്ശേരി കോട്ടയം പോകാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോകുള്ളൂ. അതാണ് നമ്മളെ പരിപാടി. ചായയും കൂടി കണ്ടിട്ട് അപ്പം നല്ലൊരു മസാല ദോശ കഴിച്ച് ഗൈസ്. ഇപ്പം നമ്മൾ തലശ്ശേരി വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കണം? കല്ലുമ്മക്കായ കഴിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടി പോട്ടെ. ആ കാണുന്ന ഷോപ്പിൽ കല്ലുമ്മക്കായ ഉണ്ട്. ഇല്ല, അവിടുത്തെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ശ്രീരാഗ് ഇതുവരെയായിട്ട് കല്ലുമ്മക്കായ കഴിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. ജയിച്ചിക്കണം അങ്ങനെ പറയല്ലേ. ഞാൻ ഇതിൽ കൂടെ ഡെവലപ്പർ കൊടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. കോട്ടയിൽ പോയി കണ്ട് ഈ കായ്പന്തൽ കഴിക്കാൻ തീരുമാനിച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട് പോവാണ്. ഇതാണ് നമ്മളെ കോട്ട. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി പുതിയ പെണ്ണ് നിൽക്കണം അവിടെ ഉണ്ടല്ലേ. ഇതാണ് പുതിയ പെണ്ണ്. ഹായ് ഹായ്. ഡ്രസ് എടുക്കാൻ വേണ്ടി കണ്ട് വന്നിട്ടോ. കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് പോകാൻ തിരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കട്ടെ. നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് കായ്പന്തൽ അല്ലേ? അതിനല്ലേ പറഞ്ഞത്? ആ കാണട്ടെ നമ്മളെ കല്യാണ വീട്. കല്യാണ വീട് പന്തലൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുന്നു. നമ്മളെ ഷെഹലാട്ടോ ഫ്രണ്ടിൽ നിൽക്കണം. നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ശ്രീരാഗ് സെറ്റല്ലേ? ശ്രീരാഗിന് എന്താ കാര്യം ടെൻഷൻ ഇട്ടോ. എന്നാലും മിസ്റ്റർ മലപ്പുറത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം ശ്രീരാഗ് ഫുള്ള് ഡള്ളാണ്. ഹായ്, സുഖല്ലേ? ഫുൾ സെറ്റാക്കിക്കണല്ലോ. അതാരെ പന്തലിട്ടെ? ഞാൻ പറ അൻ്റെതാന്ന് പറഞ്ഞു കേട്ടെ.